പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും ഹല്ലേലൂയ യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിക്കുവാനും കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കൽ യഹോശാഫാത്തിന് നേരെ മോവാബിലും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യുദ്ധത്തിന് വന്നു. അപ്പം യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് ഈ ജനം വന്നപ്പോൾ യഹോശാഫാത്ത് അവർക്ക് നേരെ തിരിഞ്ഞ് യുദ്ധത്തിന് നിൽക്കാതെ താൻ എല്ലാ ഇസ്രായേൽ ജനത്തെയും വിളിച്ചു കൂട്ടി ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഉപവാസം പ്രസിദ്ധം ചെയ്തിട്ട് ജനമെല്ലാം ദൈവത്തിൽ ഉപവസിക്കുമ്പോൾ യഹോശാഫാത്തിന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ ജഡികമായ ശക്തി കൊണ്ടോ ആയുധം ബലം കൊണ്ടോ തൻ്റെ സൈനികത്തെ കൊണ്ടോ ഈ മോവാബിരെയും അമോന്യരെയും മെയൂനില്ല ചിലരെയും നശിപ്പിക്കാൻ കഴിയില്ല. അവരോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവസനി പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്ന് യഹോശാഫാത്തിന് തോന്നിയപ്പോഴാണ് യഹോശാഫാത്ത് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യഹോശാഫാത്തിന് നേരെ മോവാബിലും അമോന്യരും മെയൂനിൽ ചിലർ യുദ്ധത്തിന് വന്നതുപോലെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും തകർക്കാൻ വേണ്ടി ഇതേപോലെയുള്ള പോരാട്ടങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ അതിന് നടുവിൽ നീ അടിവതറിപ്പോകാതെ യഹോശാഫാത്ത് ഉപവാസം പ്രസിദ്ധം ചെയ്ത് ദൈവസനിൽ നിന്നതുപോലെ നീ ദൈവസനിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് നേരെ വീണ് ശത്രുവിനെ ദൈവം തുരത്തി ഓടിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ടോ അപ്പോഴെല്ലാം സാത്താൻ നിങ്ങൾക്കെതിരെ പോരാടാൻ തുടങ്ങും. എന്നാൽ എപ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ മുട്ടിമേൽ നിൽക്കുന്നോ അപ്പോഴെല്ലാം സാത്താൻ വിറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പേടിയെന്ന് മുമ്പ് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ പിശാച് വിറച്ചുകൊണ്ടാണ് നോക്കുന്നത്. ഇപ്പോൾ യഹോശാഫാത്തും തന്നോട് കൂടെയുള്ള ഇസ്രായേലിനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് ദൈവം ചെയ്തത്? അമോന്യരും മോവാബിലും മെയൂനിൽ ചിലരുമായി വന്ന ശത്രുക്കൾ തമ്മിൽ എന്ത് ചെയ്തു? പരസ്പരം യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ തമ്മിൽ യുദ്ധം ചെയ്ത് വീഴുവാൻ തുടങ്ങി. അതേ സ്നേഹിത, നാം ശത്രുവിനെതിരെ ആയുധമെടുത്ത് പോരാടണ്ട. നമുക്ക് ആയുധമെടുത്ത് പോരാടാനുള്ള വ്യവസ്ഥയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും നടുവിൽ ശത്രു സൈന്യം തമ്മിൽ യുദ്ധം ചെയ്ത് പെട്ടുപോയതുപോലെ നിന്റെയും പ്രാർത്ഥനയ്ക്ക് നടുവിൽ നിനക്ക് നേരെ കടന്നു വരുന്ന ശത്രു സൈന്യത്തെ സാത്താനി ശക്തികളെ ദൈവം തകർത്ത് തരും. ഹല്ലേലൂയ. സ്തുതിക്കുന്തോറും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തുതിക്കുന്തോറും നിന്റെ ഭവനത്തെ ദൈവിക ദൂതന്മാരുടെ വലിയ കാവലുണ്ടാകും. ആമേൻ. ദൈവവചനം പറയുന്നത് യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടിവിക്കുന്നു. നീ ദൈവത്തെ സ്തുതിക്കുന്തോറും ദൈവത്തിൻ്റെ ദൂതന്മാർ നിൻ്റെ ഭവനത്തിനും നിൻ്റെ ജോലി സ്ഥലത്തും നിൻ്റെ ബിസിനസ്സിനും നീ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ നീ ഏത് മേഖലയിലായിരിക്കുന്നോ ദൂതന്മാരുടെ വലിയ സൈന്യം ദൈവം നിനക്ക് സംരക്ഷകനായിട്ട് അയക്കും. അപ്പം ദൈവദൂതന്മാരുടെ സംരക്ഷണം നിനക്കുണ്ടെങ്കിൽ നീ പിന്നെ ആരെ ഭയപ്പെടണം? ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, യഹോശാഫാത്ത് ജഡിക ശക്തി കൊണ്ടും സൈനിക ബലം കൊണ്ടും ആയുധം കൊണ്ടും യുദ്ധത്തിന് ഒരുങ്ങാതെ ദൈവസനിയിൽ വിശുദ്ധാലങ്കാരം ധരിച്ചുകൊണ്ട് ദൈവസനിൽ താനും ഇസ്രായേലിനെ ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ നീയും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ അങ്ങനെയുള്ള അനവധി സംഭവങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പലരുടെയും ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ പോലും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഹല്ലേലൂയ പലപ്പോഴും വിവിധ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്.
കുടുംബത്തിനകത്താണല്ലോ എപ്പോഴും പോരാട്ടം സംഭവിക്കുന്നത്. ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും അമ്മായിയമ്മയും മരുമക്കളും എന്നുവേണ്ട വിവിധ പോരാട്ടങ്ങൾ ആദ്യം ആരംഭിക്കുന്നത് ഇവിടെ കുടുംബത്തിനകത്താണ്. കുടുംബത്തിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് അത് പിന്നെ വളർന്ന് വലുതായി നമുക്ക് നികത്തുവാൻ കഴിയാത്ത വിധത്തിൽ അത് വലിയ പ്രശ്നമായി മാറുന്നത്. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നാം ദൈവത്തെ സ്തുതിക്കണം. നിൻ്റെ ഭവനത്തിനകത്ത് കലക്കം ഉണ്ടാക്കാൻ പിശാച് ആഗ്രഹിക്കുക, എന്നാൽ നിൻ്റെ കുടുംബത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത്. എന്നാൽ സാത്താനോ നിൻ്റെ കുടുംബത്തെ കലക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന ആ പ്രതിസന്ധിയെ അതിജീവിപ്പാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, നിന്റെ ഏത് മേഖലയിലും ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ആ വചനത്തിന് വേണ്ടി നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. നമുക്കറിയാം, യഹോശാഫാത്തിന് വിരോധമായി ഒരു യുദ്ധം വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ശക്തിയിൽ ശത്രുക്കളെ വിജയിപ്പാൻ സാധിക്കുകയില്ല എന്ന് തീർച്ചയായും മനസ്സിലാക്കി സൈന്യത്തെയും ആയുധശക്തിയെയും സേനാധിപന്മാരെയും തുടങ്ങി എല്ലാവരെയും വിളിച്ചു വരുത്തി എന്ത് ചെയ്തു? സ്തുതിക്കാൻ തുടങ്ങി. അതുതന്നെയാണ് ദൈവം നിൻ്റെ കുടുംബത്തെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നാല് വശത്തൊന്നും പോര് വരുമ്പോൾ, എതിർപ്പ് വരുമ്പോഴേ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിൻ്റെ ഭർത്താവ് മദ്യപാനിയല്ലേ? നിൻ്റെ മക്കൾ മദ്യത്തിനടിമയല്ലേ? നിൻ്റെ ഭർത്താവും നിൻ്റെ മക്കളും രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടന്ന് അവർ രാഷ്ട്രീയക്കാർക്ക് നോട്ടപ്പുള്ളിയല്ലേ? നിനക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? സ്വസ്ഥതയുണ്ടോ? രാവിലെ വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് പുറത്ത് പോകാൻ കഴിയുമോ? രാഷ്ട്രീയക്കാർ നിൻ്റെ മേൽ ഉന്നം വെച്ചിരിക്കുകയല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സ്ഥാനമാനങ്ങളും രാഷ്ട്രീയമൊക്കെ വിട്ടിട്ടേ അല്ലെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കുക. നിൻ്റെ കുടുംബത്തിൽ സമാധാനം ആവശ്യം. ദൈവം നിന്നെ ഈ ഭൂമി സൃഷ്ടിച്ചതും നിന്നെ വളർത്തിയതും നിനക്ക് പ്രായമായപ്പോൾ കുടുംബം തന്നതും മക്കളെ തന്നതും ഒക്കെ നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി പിടിക്കാനും ഇംഗ്രാ വിളിക്കാനും തമ്മിലടിക്കാനും വെട്ടാനും അല്ല നിന്നെ വിളിച്ചത്. അത് നീ ചെയ്തിട്ട് ഒരു കൂട്ടം ആളുകൾ കസേരയിൽ നിന്ന് പുളച്ചു മതിച്ച് വാഴും. നിൻ്റെ ജീവിതം എന്താകും? തകരും. നിൻ്റെ കുടുംബം തന്നെ തകരും. അവസാനം നീ ജയിലിൽ പോയി കിടക്കും. ഹല്ലേലൂയ. നിന്നെ ജയിലയച്ച് കഴിയുമ്പോൾ നിന്നെ വീട്ടിലേക്ക് തിരിഞ്ഞു പോക്കാൻ പോലും ഈ രാഷ്ട്രീയക്കാർ കാണത്തില്ല. എത്രയെത്ര അനുഭവങ്ങൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവത്തോട് ചേർന്നിരിക്കുക, ലോകത്തെ ഉപേക്ഷിക്കുക. അപ്പം മോവാബിലും അമ്മോന്യരും യയൂന്യരും ചിലരും സാജനത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ആയുധമെടുത്ത് പോരാടാതെ പ്രാർത്ഥനയിലുറ്റിരുന്ന യഹോശാഫാത്തിനെ പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ പ്രാർത്ഥനയിലുറ്റിരിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ തകർക്കുന്ന ആഭിചാര മന്ത്രവാദ ദുർമന്ത്രവാദ ദുർഭൂത ദുർസേവാരാധനകൾ സാത്താന്യ ശക്തികൾ സാത്താന്യ തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തെ നിറക്കുന്ന ഇരുളിൻ്റെ അനുഭവങ്ങളെ എല്ലാം ദൈവം മാറ്റിയിട്ട് എന്ത് ചെയ്യും? നിന്റെ കുടുംബത്തെ ദൈവം സന്തോഷത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം നിന്റെ കുടുംബത്തെ സംരക്ഷണം ഏറ്റെടുത്താൽ, ദൈവിക ദൂതന്മാർ നിനക്ക് നിന്റെ കുടുംബത്തിന് സംരക്ഷണമായി വന്നാൽ പിന്നെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽ നീ അത്യുന്നതൻ്റെ മറവിൽ വസിച്ചുകൊണ്ട് സർവശക്തനെ നീളിൽ പാർത്തുകൊണ്ട് യഹോശാഫാത്തിനെ പോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ ചില അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. മക്കൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ദൈവം തരട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. യഹോശാഫാത്ത് തനിക്ക് നേരെ മോവാബിലും അമ്മോനും യയൂന്യരും ചിലരും യുദ്ധത്തിന് വന്നപ്പോൾ തൻ്റെ കഴിവുകൊണ്ടും ജഡം കൊണ്ടും ആയുധശക്തി കൊണ്ടും സൈന്യത്തെ കൊണ്ടും നേരിടാതെ ആ ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയായ ദൈവം ശത്രുക്കളെ പരസ്പരം വാളിൻ്റെ വായ്ത്തലെ തിരിച്ചവർ തമ്മിൽ യുദ്ധം ചെയ്ത് പെട്ടുപോയതുപോലെ ഇന്ന് പകൽ ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന അന്ധകാരത്തേക്ക് നയിക്കുന്ന സാത്താൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.